സംസ്ഥാനത്ത് ദുരിത മഴ പെയ്ത്ത് തുടരുന്നു. അതിതീവ്ര മഴയിൽ വ്യാപക നാശനഷ്ടം. കൊച്ചി വെള്ളക്കെട്ടിൽ മുങ്ങി. തൃശൂരും കോഴിക്കോടും ആശുപത്രികളിൽ വെള്ളം കയറി. പന്തീരാങ്കാവിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. കൊല്ലത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവ് മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. എറണാകുളത്തും തൃശൂരും റെഡ് അലർട്ട്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെ അതിതീവ്ര ന്യൂനമർദ്ദമാകും. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ സാമ്പിൾ ശേഖരിച്ച അന്വേഷണ സംഘം. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതായി വിദഗ്ധർ. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പി രാജീവ്. കമ്പനികൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി. കേരളത്തിൽ പ്രളയമെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ട്രോളുമായി വി ശിവൻകുട്ടിയും മേയറും. 2018 സിനിമ ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന് പരിഹാസം. പോസ്റ്റ് പിൻവലിച്ച കേന്ദ്രമന്ത്രി. ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ വിധി എഴുതുക 58 മണ്ഡലങ്ങൾ. പ്രധാനമന്ത്രിക്ക് വധഭീഷണി. സന്ദേശം എത്തിയത് ചെന്നൈയിലെ NIA ഓഫീസിൽ. താനെയിൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. 3 പൊട്ടിത്തെറികൾ നടന്നതായി ദൃക്സാക്ഷികൾ. അവയവക്കടത്തിന് മുഖ്യ ആസൂത്രകൻ സാബിതെന്ന് അന്വേഷണ സംഘം. ഡൽഹിയിൽ നിന്നും ആളുകളെ കടത്തി. പണമിടപാട് വിവരങ്ങൾ കണ്ടെത്തി. കൊച്ചിയിലെ സുഹൃത്തും പ്രധാന കണ്ണിയെന്നും അന്വേഷണ സംഘം. പൊന്നാനിയിൽ ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. വെളിയങ്കോട് സ്വദേശി ജയിലിൽ കിടന്നത് 4 ദിവസം. അറസ്റ്റ് ജീവനാംശം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതിയിൽ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ്. അവൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ ഒറ്റക്കായിരുന്നു. അവിടെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതൊരു കേസായതാണ്. ഇങ്ങനെ നിയമ നടപടികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അതൊരു കുടിപ്പകയുടെ ഭാഗമായിരുന്നത്. അത് കുടിപ്പക. വെളിപ്പെടുത്തലുമായി ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് ലഹരി ഇടപാടുകളുണ്ട്. ഗുണ്ടാ കുടിപ്പക ഇനിയും ഉണ്ടാകും. തനിക്കിപ്പോൾ ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങളില്ല. യുവാവിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ഫൈസൽ. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. സ്വീഡിഷ് പരിശീലകൻ മിക്കേൽ സ്റ്റാറയെ നിയമിച്ചു. 2026 വരെ കരാർ. ടീമിനൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് സ്റ്റാറെ. നോക്കാം വിശദമായി വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗത്തും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറി. സംസ്ഥാനത്ത് കാലവർഷം എത്തുമുമ്പേയുള്ള വേനൽ മഴ കനത്തു പെയ്യുകയാണ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നു. കോട്ടയത്ത് മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഓണം തുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശി വിമോദ് കുമാറാണ് മരിച്ചത്. കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു.
കൊല്ലം കല്ലടയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കിഴക്കേ കല്ലട കൊച്ചുപ്ലാമൂട് സ്വദേശി ഷാജിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ കിടപ്പുമുറിയും അടുക്കളയും പൂർണ്ണമായും തകർന്നു. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ്7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കടലാക്രമണവും രൂക്ഷമാണ്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും നിലനിൽക്കുകയാണ്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കി മലങ്കര അണക്കെട്ട് തുറന്നു. തൃശൂരിൽ വെള്ളക്കെട്ട് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. മുക്കം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിലാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. റോഡ് ബ്ലോക്കാക്കിയ റോഡ് നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിന് അരികിലുള്ള കുന്നുമ്മൽ പ്രദേശത്ത് 2 വീടുകളിൽ ശക്തമായ മഴയിൽ വെള്ളം കയറി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ റോഡ് പ്രവൃത്തി നടത്തുന്ന കരാറുകാർ പറയുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചതിന്റെ ഭാഗമാണെന്നാണ്. തെങ്ങിന് മുകളിൽ ഒന്നും കോൺക്രീറ്റ് തീരെ ഇല്ല. അടിയിൽ ഒന്നും ചെയ്തില്ല. അടിയിൽ 10-20 ഫൂട്ട് 7 മീറ്റർ നീളാ ഇതിന്റെ ഹൈറ്റ്. 7 മീറ്റർ 20 ഫൂട്ട് ഫുള്ള് മണ്ണ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റും ഉണ്ട്. അതിന്റെ അകത്തൊരു കമ്പി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ ഈറ്റ കോൺക്രീറ്റ് കെട്ടിച്ചാലോ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ കനത്ത മഴയിൽ വെള്ളം കയറി. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. മലപ്പുറം ജില്ലയിൽ പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ചിലയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചു. പൊന്നാനി കരിപ്പൂർ മേഖലയായിരുന്നു മഴ ശക്തമായിരുന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കരിപ്പൂരിൽ നിന്നുള്ള ദോഹ സർവീസ് റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബി മസ്കറ്റ് വിമാനങ്ങൾ വൈകിയാണ് യാത്ര തുടങ്ങിയത്. വഴിതിരിച്ചുവിട്ട ദോഹ കരിപ്പൂർ വിമാനം മംഗലാപുരത്തിറക്കി. കനത്ത മഴയിൽ മലപ്പുറം കൊണ്ടോട്ടി ചെറുകാവ് നെച്ചിയിൽ മണ്ണിടിഞ്ഞു. റോഡിലേക്ക് മണ്ണിടിഞ്ഞ് അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലയിൽ മറ്റെവിടെയും അനിഷ്ട അപായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നദികളിലെ ജലനിരപ്പ് സാധാരണ നിലയിലാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി. ദീർഘദൂര യാത്രയ്ക്കായി എത്തിയവർ ദുരിതത്തിലായി. ശുചിമുറികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാർക്ക്. വൻ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത പുതിയ KSRTC സ്റ്റാൻഡും വ്യാപാര സമുച്ചയവും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. എറണാകുളത്ത് രാവിലെ 7 മണിക്ക് തുടങ്ങിയ മഴ ഏകദേശം 2 മണിക്കൂർ തോരാതെ തന്നെ പെയ്തു. കൊച്ചിയിലെ പല ഇടറോഡുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തകൃതിയായി പലയിടങ്ങളിൽ നടന്നു എങ്കിൽ പോലും വെള്ളം ഒരു മഴ തോരാതെ ഒരു 3-4 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ എറണാകുളത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇത് തന്നെയാണ് കൊച്ചിയിലെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ. പതിവ് വ്യത്യസ്തമല്ല. എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് KSRTC സ്റ്റാൻഡ്. യാത്രക്കാർക്ക് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ കഴിയാത്ത അത്ര വലിയൊരു അവസ്ഥയാണ്. വലിയ മലിനജലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. അകത്തുള്ള ശുചിമുറിയിൽ നിന്നൊക്കെ ഉള്ള മാലിന്യങ്ങളും വേസ്റ്റുകളും എല്ലാം തന്നെ ഈ വെള്ളത്തിലൂടെ വന്ന് നിൽക്കുകയാണ്. നമുക്ക് ഈ കാണാം, ഇതിന്റെ ഉള്ളിലെ കടകളിലുള്ള ആളുകളൊക്കെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേച്ചി, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഈ വെയിറ്റ് റൂമിലൊക്കെ നിറച്ച് വെള്ളമായിരുന്നു. പിന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇത് കാണുന്ന കാഴ്ച വെള്ളപ്പൊക്കം കയറിയിട്ട് എന്താണ് ഒരു വിധത്തിലും പറ്റണില്ല.
അത് തന്നെയാണ് അവസ്ഥ. ഈ യാത്രക്കാര് ദൂരത്തൊക്കെ യാത്ര ചെയ്യുന്നവർ കാത്തു നിൽക്കുന്നത് ഇവിടെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറാൻ കഴിയാത്ത അത്ര മോശം അവസ്ഥയിലാണ്. ഉള്ളിലുള്ള കടക്കാരൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ ഫെബ്രുവരിയിൽ ഈ KSRTC സ്റ്റാൻഡ് പുനർനിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായി സ്ഥലം MLAയും ഒപ്പം MP യും അടക്കം ഇവിടെ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഫലവുമില്ല. ഇപ്പോഴും ഈ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന KSRTC സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ഇത് പതിവ് കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ നിർത്താതെ ഒരു 3-4 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ KSRTC സ്റ്റാൻഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒക്കെ പരാതി. പലരും ഈ കുട്ടികളുമായിട്ടൊക്കെ വന്ന് ദീർഘദൂരം യാത്ര ചെയ്യുന്നവരൊക്കെ ഇരിക്കുന്ന ഇരിപ്പിടം ഇവിടെയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് വാഹനങ്ങളൊക്കെ വരുമ്പോൾ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു ആശ്വാസം എന്നോണം ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്. പക്ഷേ മഴ തുടർച്ചയായി പെയ്താൽ അതും നടക്കില്ല. ചേട്ടാ, നല്ല വെള്ളക്കെട്ടാണല്ലോ. എങ്ങോട്ടേക്ക് പോകാനാണ് ഇവിടെ? നമ്മൾ മൂവാറ്റുപുഴ. ഈ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരു വളരെ ദയനീയാവസ്ഥയാണ്. കാരണം വെച്ചാല് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. നമ്മൾ വയനാടാണ്, മാനന്തവാടി വയനാടാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഭയങ്കര ദയനീയാവസ്ഥ. കാരണം ഇത് മെട്രോ സിറ്റിയാണ്. ഈ മെട്രോ സിറ്റിയിൽ ഇങ്ങനെ ഒരു KSRTC സ്റ്റാൻഡ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. അത് തന്നെയാണ്, മെട്രോ സിറ്റിയാണ്, കൊച്ചി നഗരമാണ്. പക്ഷേ ഒരു മഴ പെയ്താൽ അവിടെയുള്ള KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്തായാലും ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരും പ്രതീക്ഷിക്കുന്നത്. നവമി ദിനേശ്, News 18, കൊച്ചി. ഇന്ന് 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്നുമാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല എന്നും അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അബദ്ധം പിടഞ്ഞ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. കമന്റ് ബോക്സിൽ രാജീവ് ചന്ദ്രശേഖറിന് പരക്കെ പരിഹാസവും വിമർശനവും. രാജീവ് ചന്ദ്രശേഖർ 2018 സിനിമ ഇപ്പോൾ കണ്ടതേയുള്ളൂ എന്ന പോസ്റ്റിന് കമന്റ് വന്നു. ട്രോളുമായി മന്ത്രി V. ശിവൻകുട്ടിയും മേയറും രംഗത്ത് വന്നു. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചു. മണിക്കൂറുകൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ രാജീവ് ചന്ദ്രശേഖർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് വലിയ വിവാദമായിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ട്രോളുകൾ വരികയും ചെയ്യുന്നു. കേരളത്തിൽ പ്രളയത്തിൽ നിരവധി പേർ മരിക്കുകയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ ട്രോളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഉണ്ടായത്. അതിൽ മന്ത്രി V. ശിവൻകുട്ടിയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ളവർ പ്രതികരണം നടത്തി. V. ശിവൻകുട്ടി പറഞ്ഞത് 2018 എന്ന ചലച്ചിത്രം ഇപ്പോഴാണോ കാണുന്നത്, മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്ത് കേരളത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും ബോധം അവശേഷിക്കും എന്ന ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തി. ആര്യ രാജേന്ദ്രനും ആ നിലയ്ക്കുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇട്ടത്. 2018 സിനിമയുടെ ഒരു സ്ക്രീൻഷോട്ട് അവരുടെ പോസ്റ്റിന്റെ ഭാഗമായി ഇടുകയും അതിൽ ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ ഈ സിനിമയായിരിക്കും കാണുന്നത്, ഇത് സിനിമയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണം എന്ന ഒരു പരാമർശവുമാണ് മേയറും നടത്തിയത്. ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകൾ വരികയും ചെയ്തു. 1 മണിക്കൂറിന് ശേഷം പോസ്റ്റ് പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ആളുകളാണ് പേജ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് വിശദീകരണം. അദ്ദേഹം അറിഞ്ഞിട്ടല്ല, കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കാതെ അങ്ങനെ ഈ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്തരമൊരു അബദ്ധം കാണിച്ചു എന്ന ഒരു വിവരമാണ് അവർ നൽകുന്നത്. ഏതായിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതലയിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് വലിയ വിമർശനങ്ങൾക്കും കളിയാക്കലിനുമാണ് ഇടയാക്കിയത്. News 18 തിരുവനന്തപുരം.
പെരിയാറിൽ മത്സ്യം കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂരിൽ നിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് കുഫോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് അപകടകരമാംവിധം കുറഞ്ഞതായി വിദഗ്ധർ പറയുന്നു. പരിശോധനാ ഫലം 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. അതിനിടെ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ വരാപ്പുഴ പഞ്ചായത്തിൽ യോഗം ചേർന്നു. കുഫോസ് ഈ ഫിഷ് കിൽ ഉണ്ടായ ദിവസത്തിൽ ആദ്യത്തെ ദിവസം തന്നെ കുഫോസിന്റെ സെൻട്രൽ ലാബ് നേരിട്ട് വന്ന് സാമ്പിൾ എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ അനാലിസിസ് ഞങ്ങൾ പ്രിലിമിനറി ആയിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്തത്. pH, ഡിസോൾവ്ഡ് ഓക്സിജൻ. pHൽ കാര്യമായ വേരിയേഷൻസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഡിസോൾവ്ഡ് ഓക്സിജനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 3 അതിൽ 1-ൽ താഴെ പോയ സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞത്? കാരണം ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞ അളവിൽ പോലും ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളടക്കം ഈ പറയുന്ന ഫിഷ് കില്ലിനകത്ത് ചത്തുപോയതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഏതെങ്കിലും കമ്പനികൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർക്കശമായ നടപടിയുണ്ടാകും. വ്യവസായങ്ങളിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ പ്രവർത്തനം വിലയിരുത്തുമെന്നും പി രാജീവ് പറഞ്ഞു. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അതിന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. എന്തായാലും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വലുതാണ്. സംരംഭകരായി തന്നെ വന്നിട്ടുള്ള അവർക്ക് അവരുടെ ആത്മധൈര്യം കെടാതിരിക്കുന്നതിനാവശ്യമായ നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുക. റിപ്പോർട്ടിനെ ആധാരമാക്കി ആവശ്യമാണെങ്കിൽ ഉയർന്ന തലത്തിലുള്ള അന്വേഷണം ഉൾപ്പെടെ തീരുമാനിക്കുക. അതിനെ ആധാരമാക്കിക്കൊണ്ട് എന്തൊക്കെ ശുപാർശകളാണ് തരുന്നത് ആ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കുക. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, വളരെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന വിവിധ മണ്ഡലങ്ങൾ വോട്ടെടുപ്പിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു വോട്ടെടുപ്പ് നടക്കുന്ന സമയം, പ്രമുഖർ മത്സരിക്കുന്ന ഒരു ഘട്ടം. എത്രത്തോളം പ്രതീക്ഷയാണ് മുന്നണികൾക്കും സഖ്യങ്ങൾക്കുമെല്ലാം 6ാം ഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? 6ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാശി വർദ്ധിക്കുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യമെമ്പാടും പ്രചരണത്തിൻ്റെ അലയൊലികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹരിയാന വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുഴുവൻ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കും 10 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയും അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം BJP നേരിടുമ്പോൾ അതിൻ്റെ ഫലമെന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ സുപ്രധാനമായ ഒരു അതെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയമായി രാജ്യം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഒഡീഷയിലും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ 8 സീറ്റുകൾ, വളരെ നിർണായകമായ 8 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ നന്ദിഗ്രാമിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്. അത് ഈ മെഹബൂബ മുഫ്തിയാണ് ഒരു പ്രധാന സ്ഥാനാർത്ഥി. നേരത്തെ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ച അനന്ത്നാഗ് രാജൌറി മണ്ഡലത്തിൽ മെഹബൂബ മുഫ്തി PDP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. മിയാൻ അൽത്താഫ് അഹമ്മദിനെയാണ് അവർ നേരിടുന്നത്. അതേസമയം പൂർവ്വ ചമ്പാരനിലാണ് മുൻ കേന്ദ്രമന്ത്രി രാധാ മോഹൻദാസ് ഇത്തവണ തൻ്റെ പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. രാജേഷ് കുഷ്വാഹിനെ ആണ് രാധാ മോഹൻ സിംഗ് അവിടെ നേരിടുന്നത്. കർണാലിൽ ആണ് മനോഹർലാൽ ഖട്ടാർ, മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ ദിബാൻഷു ഭട്ടാചാര്യയെ നേരിടുന്നത്, സത്പാൽ ബ്രഹ്മചാരിയെ നേരിടുന്നത്. താമിൽക്കിലാണ് അഭിജിത് ഗംഗോത്പാധ്യായ ദിബാൻഷു ഭട്ടാചാര്യയെ നേരിടുന്നത്. ഒപ്പം പുരിയിൽ BJPയുടെ ഒരു കരുത്തനായ നേതാവ് സമ്പത് പാത്ര, BJPയുടെ ഒരു വക്താവ് എന്ന രീതിയിലൊക്കെ ശ്രദ്ധേയനായ സമ്പത് പാത്ര അവിടെ മത്സരരംഗത്തുണ്ട്. അരൂപ് പട്നായിക് BJD നേതാവിനെയാണ് അദ്ദേഹം നേരിടുന്നത്. ഉത്തർപ്രദേശ് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്, ഒരു സംസ്ഥാനമാണ്. അവിടെ ഇത്തവണ തൂത്തുവാരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP
BJP ആദ്യഘട്ടങ്ങളിൽ വെച്ച് പുലർത്തിയിരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാകുമ്പോൾ അത് എത്രമാത്രം ഫലവത്താകും എന്നത് വളരെ ശ്രദ്ധേയമാകുന്നു. ഹരിയാനയും NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന കേന്ദ്രമാണ്. തിരിച്ചുവരവിൻ്റെ ഒരു പാതയിൽ ആകാൻ കഴിയുമോ എന്നാണ് ഇന്ത്യ സഖ്യം ഡൽഹിയിൽ നോക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇത്തവണ ഡൽഹി പിടിച്ചെടുക്കുക എന്നത് ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒഡീഷയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJDക്ക് അനുകൂലമാണ് എന്ന പ്രാഥമിക വിവരങ്ങൾ വരുമ്പോൾ അത് കോൺഗ്രസിനും BJPക്കും എങ്ങനെ അവിടെ എന്തൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നത് ഒരു നിർണായക ഘടകം ആയി മാറുന്നു. ഏതായാലും സുൽത്താൻപൂരിൽ മനേകാ ഗാന്ധി മത്സരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അവർ രാംപാൽ നിഷാദിനെയാണ് അവിടെ നേരിടുന്നത്. അങ്ങനെ നിരവധി പ്രമുഖർ മത്സരരംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാർട്ടികളെല്ലാം തന്നെ, മുന്നണികളെല്ലാം തന്നെ വലിയ കണക്കുകൂട്ടലുകളിലേക്ക് നീങ്ങുന്നു. മണ്ഡലത്തിൽ എല്ലാം പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിൻ്റെ നിമിഷങ്ങൾ. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വോട്ടർമാർ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അപർണ. മനു ഭരത് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി. ചെന്നൈയിലെ NIA ഓഫീസിലാണ് അജ്ഞാത ഫോൺ കോൾ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ വധിക്കുമെന്നാണ് ഭീഷണി. ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ഹിന്ദിയിൽ ഭീഷണി മുഴക്കിയ ഉടനെ ഫോൺ കോൾ വിച്ഛേദിച്ചു. ഫോൺ കോൾ മധ്യപ്രദേശിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹി ദിൽഷാദ് ഗാർഡനിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് കളവ് പറഞ്ഞ മോദി നോട്ട് നിരോധനമാണ് സമ്മാനിച്ചതെന്ന് രാഹുൽ വിമർശിച്ചു. ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്ത രാഹുൽ ഗാന്ധി യാത്രക്കാരുമായി സംസാരിച്ചു. आपकी बस की नहीं है, आप ये काम कर नहीं सकते हो क्योंकि आपके सामने हिंदुस्तान के करोड़ों लोग खड़े हैं, कांग्रेस पार्टी खड़ी है और आपने करने की कोशिश भी की तो फिर देखो क्या होता है। संविधान से रिजर्वेशन निकलता है, संविधान से चुनाव होते हैं, लोकतंत्र निकलता है, पब्लिक सेक्टर आता है, हरी क्रांति होती है, सफेद क्रांति होती है, टेलीकॉम रेवोल्यूशन होता है, मनरेगा जो भी आपको मिला है वो इस कॉन्स्टिट्यूशन ने आपको दिया है और ये हिंदुस्तान के गरीब लोगों की मेहनत से बना है, इसीलिए इसको हम कभी नहीं मिटने देंगे। मगर देश के प्रधानमंत्री चमचों के सामने इंटरव्यू में खुल के कहते हैं मैं बायोलॉजिकल नहीं हूं, मैं बायोलॉजिकल नहीं हूं। जैसे आप सब हिंदुस्तान के जनता सारे के सारे जीव जो बायोलॉजिकल हैं उनको नरेंद्र मोदी जी कहते हैं कि भैया आप सब बायोलॉजिकल हो, मैं बायोलॉजिकल नहीं हूं। मुझे परमात्मा ने ऊपर से भेजा है, मिशन के लिए भेजा है। ലൈംഗികാരോപണ കേസിൽ അന്വേഷണം നേരിടുന്ന JDS MP പ്രജ്വൽ രേവണ്ണയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും കത്തയച്ചു. കേസിൽ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യയിൽ അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും സിദ്ധരാമയ്യ കത്തിൽ ആവശ്യപ്പെടുന്നു. ഏപ്രിൽ 27-നാണ് പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നത്. കേസിൽ FIR ഇട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് കടന്നത്. മഹാരാഷ്ട്ര താനെയിൽ ഫാക്ടറിയിൽ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ഡോംബിവലിയിലെ അമുദാൻ കെമിക്കൽ ഫാക്ടറിയിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത്. 30 പേരെ രക്ഷിച്ചു. നിരവധി പേർ ഫാക്ടറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 3 പൊട്ടിത്തെറികൾ നടന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. പൊട്ടിത്തെറികളെ തുടർന്നുണ്ടായ തീയണയ്ക്കാൻ 15 ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തുണ്ട്. കൂടുതൽ ദേശീയ വാർത്തകൾ കാണാം ചുരുക്കത്തിൽ. നമസ്കാരം. ജഡ്ജിമാരെ വിമർശിച്ച പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവിന് സുപ്രീം കോടതിയുടെ വിമർശനം. ജഡ്ജിമാർ കുറച്ച് ജോലി മാത്രം ചെയ്ത് ദീർഘനാൾ അവധിയെടുക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിനെതിരെയാണ് വിമർശനം. ആദ്യം സ്വയം ശരിയായിട്ട് വിമർശിക്കണമെന്ന് സുപ്രീം കോടതി പ്രതികരിച്ചു.
കോടതിയെ വിമർശിക്കുന്നവർ കൃത്യസമയത്ത് ഒരു ഹർജിയെങ്കിലും ഫയൽ ചെയ്യുന്നവരായിരിക്കണമെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞു. സ്വാതി മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. സംഭവത്തിന് 2 വശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തനിക്ക് നേരെയുണ്ടായ ആക്രമണം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ പ്രതികരിച്ചു. പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായിരുന്ന 8 പേരുടെ ജാമ്യം റദ്ദാക്കി സുപ്രീം കോടതി. 2023 ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതി അനുവദിച്ച ജാമ്യമാണ് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, പങ്കജ് മിത്തൻ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. പ്രതികൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് സ്വരൂപിച്ചെന്ന ആരോപണം പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ വേഗത്തിൽ നടത്താനും പ്രതികളോട് എൻഐക്ക് മുമ്പാകെ കീഴടങ്ങാനും കോടതി നിർദ്ദേശിച്ചു. മദ്യലഹരിയിൽ കാർ ഓടിച്ച് 2 പേർ കൊല്ലപ്പെട്ട കേസിൽ 17കാരന്റെ ജാമ്യം റദ്ദാക്കി ഒബ്സർവേഷൻ ഹോമിലേക്ക് അയച്ചു. അപകടത്തെക്കുറിച്ച് ഉപന്യാസം എഴുതാൻ നിർദ്ദേശിച്ച് ജാമ്യം നൽകിയ ജുവനൈൽ കോടതി നടപടി വിവാദമായതിനു പിന്നാലെ പോലീസ് നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് നടപടി. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലുള്ള വകുപ്പുകളും ചുമത്തി. പ്രതിയെ പ്രായപൂർത്തിയാകാത്ത ആളായി പരിഗണിച്ച് കുറ്റം ചുമത്തണമെന്ന പോലീസിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കും. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇനി ലോകവാർത്തകൾ. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ ജൂലൈ 4-ന് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഋഷി സുനക്. 2024 ഡിസംബർ 17 വരെ മന്ത്രിസഭയ്ക്ക് കാലാവധി ബാക്കി നിൽക്കെയാണ് സുനക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഡൌണിംഗ് സ്ട്രീറ്റിന് പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഋഷി സുനക് പൊതുതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. കൂടാതെ ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ആഴ്ച സസ്പെൻഡ് ചെയ്യുമെന്നും ഋഷി സുനക്കിന്റെ ഓഫീസ് അറിയിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ചില കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം രാജ്യം കാത്തിരിക്കുന്ന നിമിഷമാണ് പൊതു തെരഞ്ഞെടുപ്പെന്ന് മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പറഞ്ഞു. എപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാലും തങ്ങൾ സജ്ജമാണെന്നും ലേബർ പാർട്ടി വ്യക്തമാക്കി. തെക്കൻ ബ്രസീലിൽ വെള്ളത്തിലൂടെ പകരുന്ന ബാക്ടീരിയ രോഗത്തിൽ നിന്നുള്ള ആദ്യ 2 മരണങ്ങൾ സ്ഥിരീകരിച്ചു. റിയോ ഗ്രാൻഡെ ഡോ സുൾ സംസ്ഥാനത്ത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി ബാധിച്ച് 67 വയസ്സുള്ള ഒരാളും മറ്റൊരു 33കാരനും മരിച്ചു. ഈ സാഹചര്യത്തിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ അധികൃതരുടെ മുന്നറിയിപ്പുമുണ്ട്. അയോവയിലെ ഗ്രീൻഫീൽഡിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. പരിക്കേറ്റവരുടെ എണ്ണവും മരണസംഖ്യയും ഉയരാൻ സാധ്യത എന്ന് അയോവ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി അറിയിപ്പ്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗസയിലെ ഹമാസിനെതിരായ പോരാട്ട സാഹചര്യത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് നോർവേ, അയർലൻഡ്, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ. ഈ തീരുമാനങ്ങളെ ഇസ്രായേൽ ഉടൻ തന്നെ അപലപിക്കുകയും 3 രാജ്യങ്ങളിലെയും തങ്ങളുടെ അംബാസഡർമാരെ തിരികെ വിളിക്കുകയും ചെയ്തു. 3 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക അംഗീകാരം മെയ് 28 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നോർവേജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാൾട്ട് ഈഡ് അറിയിച്ചു. മേഖലയിലെ സമാധാനത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്ന് വാദിച്ചുകൊണ്ട് നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇതേ നീക്കം നടത്താൻ പദ്ധതിയിടുന്നതായും സൂചനകളുണ്ട്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ഖബറടക്കം ഇന്ന്. അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലെ ഇമാം റെയ്സ പള്ളിയിലാണ് ചടങ്ങ്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇന്നലെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. 60ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. തെഹ്റാൻ സർവകലാശാല ക്യാമ്പസിലായിരുന്നു ചടങ്ങ്. റെയ്സിയുടെയും മരിച്ച മറ്റ് 8 പേരുടെയും മൃതദേഹങ്ങൾ തബ്രിസ്, കോം, തെഹ്റാൻ, ബിർജാന്ത്, മഷാദ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വിലാപയാത്രയായാണ് കൊണ്ടുവന്നത്. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. സ്വീഡിഷ് പരിശീലകനായ മിഖേൽ സ്റ്റാറയെ നിയമിച്ചു. ക്ലബ് അധികൃതർ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 വരെയാണ് സ്റ്റാറയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പുവെച്ചത്. 17 വർഷത്തോളം അനുഭവ സമ്പത്തുള്ള പരിശീലകനാണ് സ്റ്റാറെ. 48കാരനായ സ്റ്റാറെ സ്വീഡിഷ് ക്ലബായ വാസ്ബി യുണൈറ്റഡിലൂടെയാണ് പരിശീലക രംഗത്തേക്ക് എത്തിയത്. 2009 സ്വീഡിഷ് ക്ലബായ AIKയുടെ മുഖ്യ പരിശീലകനായും ചുമതലയേറ്റു. AIKയ്ക്കൊപ്പം സ്വീഡിഷ് ലീഗായ ഓൾസ്വെൻസ്കാൻ സ്റ്റാറെ സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മിഖേൽ സ്റ്റാറെ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള.
Climax, Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions, Indian Institute of Commerce, Lakshya, and Jain deemed to be University, Kochi. ഉണ്ട് വിശദാംശങ്ങളുമായി ഡാൻ. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത്. ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. എന്താണ് തീരപ്രദേശങ്ങളിലെ അടക്കം സാഹചര്യം നിലവിൽ? ഭവ്യ, അല്പസമയം മുമ്പാണ് ശക്തമായ മഴ വീണ്ടും തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആരും മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നടക്കം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴ നാളെ വരെ തിരുവനന്തപുരത്ത് തുടർന്നേക്കും എന്ന് തന്നെയാണ് സൂചന. അല്പസമയം മുമ്പ് വലിയ കാറ്റോടെ ആരംഭിച്ച മഴ തീരമേഖലയിൽ തകർത്ത് പെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള കടലാക്രമണ സാധ്യത കൂടി തീരമേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും നഗരസഭ അധികൃതരുടെയൊക്കെ ഭാഗത്തു നിന്ന് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ മറുവശത്ത് പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് വീണ്ടും കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴ കാലവർഷത്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായ രീതിയിൽ തിരുവനന്തപുരത്ത് തുടരുന്ന ഒരു പശ്ചാത്തലമുള്ളത്. ആലപ്പുഴയിലും വലിയ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വലിയ മഴയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ആലപ്പുഴയിലെന്നാണ് ശരണ്യ സ്നേഹജൻ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തമാവാനുള്ള സാധ്യത ജില്ലയിലുണ്ട് എന്നാണ് പറയുന്നത്. മഴക്കാലമാകുന്നതിന് മുൻപ് തന്നെ വലിയ പ്രതിസന്ധി ആലപ്പുഴക്കാർ നേരിടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറിൽ മഴ ജില്ലയിൽ ശക്തമായിരിക്കും. താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പുകൾ തീരദേശവാസികൾക്കടക്കം കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് ശരണ്യ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തെക്കൻ മധ്യ കേരളത്തിൽ കനത്ത മഴ നിർത്താതെ പെയ്യുകയാണ്. നിലവിൽ റെഡ് അലേർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുകൾ മഴ മുന്നറിയിപ്പ് കൃത്യമായി നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെയാണ് ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതിയിലാണ് അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്ങൽ അബൂബക്കർ 4 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. വിവരങ്ങളുമായി ജിഷാദ് വളാഞ്ചേരി ചേരുന്നു. ജിഷാദ്, ആ ഒരു രീതിയിലുള്ള വീഴ്ചയുണ്ടായതിന് പോലീസ് പറയുന്ന വിശദീകരണം, ന്യായീകരണം ഏത് തരത്തിലാണ്? ഈ 4 ദിവസം ജയിലിൽ കിടന്നയാളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നുണ്ടോ? അപർണ, ആയിഷാബി എന്ന യുവതിയുടെ പരാതിയിലാണ് ഭർത്താവിന് പകരം ആള് മാറി വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. കോടതി ശിക്ഷ വിധിച്ച അബൂബക്കർ തവനൂർ സെൻട്രൽ ജയിലിൽ 4 ദിവസം കഴിഞ്ഞിരുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് അബൂബക്കർ ജയിലിൽ കിടന്നത് 4 ദിവസം. അതേസമയം ചിലവിന് നൽകാത്തതിനായിരുന്നു ഭർത്താവിനെതിരെ ആയിഷാബി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്ന് പൊന്നാനി പോലീസ് ഇയാളെ ആലുങ്ങൽ അബൂബക്കർ എന്ന 32-കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആളുമാറി മറ്റൊരു അബൂബക്കറിനെ പോലീസ് തിരൂർ കോടതി ഹാജരാക്കി റിമാൻഡിൽ കഴിഞ്ഞിരുന്നത്. കോടതി ഇയാൾക്ക് 4 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും നൽകാത്ത പക്ഷം തടവും വിധിച്ചിരുന്നു. തവനൂർ സെൻട്രൽ ജയിലിൽ അടച്ച ഇയാളെ കോടതി ഇന്ന് ഇടപെട്ട് മോചിതനാക്കിയിരിക്കുകയാണ്. അപർണ. ജിഷാദ് വിവരങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. പന്തീരാങ്കാവ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രേഖപ്പെടുത്തിയത്. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും വിവാഹ തട്ടിപ്പിലും സ്ത്രീധന പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നുവെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു.
അന്വേഷണത്തിൽ ഇപ്പോൾ ഉള്ള അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണമായ തൃപ്തിയാണ്. ഇപ്പോൾ മകളുടെ മൊഴി നൽകുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോൾ തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇവനൊരു വിവാഹം നടത്തിയവനാണല്ലോ, അത് ഡിവോഴ്സായിട്ടില്ല. അത് മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിവാഹ തട്ടിപ്പാണല്ലോ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ തൃപ്തിക്കുറവുണ്ട് അമ്മയ്ക്കും പ്രത്യേകിച്ച് പെങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മകളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാരണം ക്രൂരമായിട്ടുള്ള മർദ്ദനം, വിവാഹ തട്ടിപ്പ്, ഇതൊക്കെ സമഗ്രമായിട്ട് അന്വേഷിച്ച് അതോടൊപ്പം തന്നെ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ട് എന്ന് പറയുന്നു. പോലീസ് അങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഏതായാലും ജർമ്മനിയിൽ നിന്ന് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഇവരെ പിടികൂടും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, പ്രധാന പ്രതിയായ രാഹുലിനെ നാട്ടിലെത്തിക്കുന്നതടക്കമുള്ള അന്വേഷണത്തിന്റെ ഘട്ടങ്ങൾ അതേത് തരത്തിലാണ് പോകുന്നത്? വീട്ടുകാരുടെ പ്രതികരണം, പെൺകുട്ടിയുടെ അച്ഛന്റെ അടക്കം പ്രതികരണം, അന്വേഷണം പൂർണ്ണ തൃപ്തിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് തന്നെയാണോ? അപർണ, പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരാങ്കാവിലെ ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായത്. മാധ്യമങ്ങളിലടക്കം ഈ യുവാവ് ഭർത്താവ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസിലായിരുന്നു പന്തീരാങ്കാവ് പോലീസ് ഇന്ന് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. യുവതി മാതാപിതാക്കൾക്കൊപ്പമാണ് കോഴിക്കോട് മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തുകയും പിന്നീട് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ മാതാപിതാക്കൾ ഭർത്താവിന്റെ അച്ഛന്റെ മൊഴി അടക്കം അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. ഈ അമ്മയ്ക്കും ഈ ഭർത്താവായ രാഹുലിനും അമ്മയ്ക്കും സഹോദരിക്കും ഈ സ്ത്രീധനം കുറഞ്ഞതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. രാഹുലിന്റെ പശ്ചാത്തലം അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ഒത്തുതീർപ്പിനും ശ്രമിക്കുന്നില്ല എന്നും യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതോടൊപ്പം യുവതിയെ പലതവണ രാഹുൽ വിളിക്കുകയും ചെയ്തു. ഇതൊരു ഒത്തുതീർപ്പിനാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് താൻ ഇതിൽ ഒരു ഒത്തുതീർപ്പുമില്ല, കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും യുവതിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. എന്തായാലും രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് രാഹുലിനെതിരെ കേസെടുത്തു എന്ന് അറിഞ്ഞ മുതൽ തന്നെ രാഹുൽ നാട് വിട്ടിരുന്നു. എന്തായാലും ജർമ്മനിയിലുള്ള രാഹുലിനെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രതിയുടെ അമ്മയുടെയും അതോടൊപ്പം പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തും എന്നും കൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിലെ പ്രതി സാബിത്ത് ഇടനിലക്കാരനല്ല, മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ തന്നെയാണെന്ന് അന്വേഷണ സംഘം. ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും സാബിത്ത് ആളുകളെ കടത്തി. ഇയാളുടെ മൊബൈലിൽ നിന്ന് പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തി. മൊബൈൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. സാബിത്തിന്റെ സുഹൃത്തായ കൊച്ചി സ്വദേശി സംഘത്തിന്റെ പ്രധാന കണ്ണിയാണെന്നും അന്വേഷണ സംഘം പറയുന്നു. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ ന്യൂസ് 18നോട് കൊച്ചിയിലെ പല ഗുണ്ടാ സംഘങ്ങൾക്കും ലഹരി ഇടപാടുകൾ ഉണ്ടെന്ന് ഗുണ്ടാ നേതാവിന്റെ വെളിപ്പെടുത്തൽ. MDMA, കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന ഗുണ്ടാ നേതാക്കളുടെ തണലിലാണ് നടക്കുന്നത്. നിരവധി യുവാക്കൾ ലഹരി ഇടപാടുകൾക്കായി കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തമ്മനം ഫൈസൽ പറയുന്നു. ഇന്നത്തെ കാലത്ത് പല കൊട്ടേഷൻ സംഘങ്ങളും ലഹരി ഇടപാട്, സ്പിരിറ്റ് കടത്ത്, ആരോപണം സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കേസില്ലല്ലോ. സ്പിരിറ്റും ലഹരി ഒന്നും കടത്തിയിട്ടില്ല. അല്ല, എനിക്ക് അങ്ങനെ ഒരു കേസില്ല. അങ്ങനെ ആരെങ്കിലും കടത്തുന്നുണ്ട്? ഇപ്പോഴത്തെ ഗുണ്ടാസംഘങ്ങൾ ആരെങ്കിലും കടത്തുന്നുണ്ട്? പണ്ടൊക്കെ ഇവരൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും എനിക്ക് ഡ്രഗ് ഉണ്ടോ? ഡ്രഗ് ഇവിടുത്തെ മിക്ക ഗുണ്ടകളും നടത്തുന്നുണ്ട്. ഇത് ഈ പറയുന്ന കൊട്ടേഷൻ ഗ്യാങ്ങുകളല്ല, ലീഡർമാരെ നടത്തണം. താങ്കൾ നേരത്തെ പറഞ്ഞ കക്ഷി ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ പറയാം. അത് പോലീസ് അന്വേഷിക്കട്ടെ. ഇവിടെ പോലീസിന് ഫുൾ പവർ ഉണ്ട്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഇവരിലേക്ക് എത്താൻ പറ്റുമോ? ഈ പ്രധാനികളിലേക്ക് നമുക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒന്നും രഹസ്യങ്ങളൊന്നും നമുക്ക് അറിയാനൊരു മാർഗമില്ല. കാരണം രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് പോകണം. എങ്ങനെ? ഈ ഡ്രഗിലേക്ക് എന്ത് ഡ്രഗ് അവർ കടത്തുന്ന അറിയോ?
അതൊന്നും എനിക്കറിയാൻ പാടില്ല. കഞ്ചാവും എമ്മൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിവ്. എനിക്കതിനെപ്പറ്റി ഇതിങ്ങനെ നമുക്കിങ്ങനെയുള്ള സാധനങ്ങളെ ഞാൻ ഒരു കരാട്ട ക്ലാസ് ഒരു അധ്യാപകനാണ്, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല, നമുക്ക് ഇത് അറിയുകയും വേണ്ട. ഞാനിത് പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. കൊച്ചിയിൽ യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും തമ്മന ഫൈസൽ. ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ളത് താനല്ല. യുവാവ് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. കൊട്ടേഷൻ സംഘാംഗം കില്ലർ ജോണി എന്ന ജോണി ആന്റണിയെ 2021 മർദ്ദിച്ചതാണ് അവസാനത്തെ കേസ്. തന്നെ പരസ്യമായി വെല്ലുവിളിച്ചപ്പോഴാണ് ജോണിയെ മർദ്ദിച്ചതെന്നും തമ്മന ഫൈസൽ പറയുന്നു. തനിക്ക് നിരവധി ശത്രുക്കളുണ്ട്. ഗുണ്ടകൾ തമ്മിൽ കുടിപ്പക ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഫൈസൽ ന്യൂസ് 18 പറഞ്ഞു. തനിക്കിപ്പോൾ ഗുണ്ടാ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഇല്ല എന്നും തമ്മനം ഫൈസൽ പറഞ്ഞു. താൻ കഴിഞ്ഞ 3 വർഷത്തോളമായി ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ല. 1999 18-ാം വയസ്സിലാണ് ആദ്യമായി ക്രിമിനൽ കേസിൽപ്പെട്ടത്. പിന്നീട് 30ഓളം കേസുകളിൽ പ്രതിയായി. മുൻപ് ഗുണ്ടാ ഗ്യാങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊഴിലും ബിസിനസ്സും ചെയ്താണ് ജീവിക്കുന്നത്. ഗുണ്ടാ പ്രവർത്തനം കൊണ്ട് വ്യക്തിജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും തമ്മനം ഫൈസൽ തുറന്നു പറയുന്നു. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നെന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കരമനയിൽ അഖിലിന്റെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇന്ന് 11 മണിയോടുകൂടിയാണ് പ്രതികളെ ഇവിടേക്ക് എത്തിച്ചത്. ഇവിടെ കൊണ്ടുവന്ന കൊലപാതകം നടന്ന സ്ഥലത്ത് എങ്ങനെയാണ് കൃത്യം നടത്തുന്നതെന്ന് പ്രതികൾ വിശദീകരിച്ചു. ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു കമ്പി കൊണ്ട് ആവർത്തിച്ച് തലയ്ക്കടിക്കുകയും അതോടൊപ്പം തന്നെ ഭാരമേറിയ കല്ല് അഖിലിൻ്റെ ശരീരത്തിലേക്ക് 6 തവണ വലിച്ചിടുകയും ചെയ്തിരുന്നു. അത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഈ സ്ഥലത്ത് 4 പേരാണ് വാഹനത്തിൽ എത്തിയത്. ഇതിൽ 3 പേർ അഖിലിനെ പ്രാവിന് തീറ്റ കൊടുത്തിരിക്കുമ്പോൾ വീട്ടിന് പുറത്തേക്ക് വിളിച്ച് ഇറക്കുകയായിരുന്നു. യുവാവ് മർദ്ദിക്കുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടിക്കയറി. ഇവിടെ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. പിന്നീട് ഈ കമ്പി കൊണ്ടുള്ള അടിയും ഭാരമുള്ള കല്ല് ശരീരത്തിൽ ഇട്ടതും. ഇതേ പ്രതികൾ 2019 സമാന രീതിയിൽ മറ്റൊരു യുവാവിനെ കൊലപ്പെടുത്തിയിരുന്നു. അത് നീറമൺകരയിൽ വിജനമായ സ്ഥലത്ത് എത്തിച്ച് കരിക്ക് കൊണ്ട് തല ഇടിച്ച് പൊട്ടിക്കുകയും കാലിലെയും കൈയിലെയും ഞരമ്പുകൾ അറുത്തുമാറ്റുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു ഈ കൃത്യം നടന്നത്. തെളിവെടുപ്പ് സമയത്ത് അഖിലിന്റെ വീട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉണ്ടായി. തമിഴ്നാട്ടിലടക്കം പ്രതികളുമായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇവർ ഗൂഢാലോചന നടത്തിയ മുറിയിൽ ഉൾപ്പെടെ എത്തി. വാഹനം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുന്ന മുറയ്ക്കാണ് തെളിവെടുപ്പിനായി ഏറ്റവും ഒടുവിൽ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. മുഴുവൻ പ്രതികൾക്കും അടുത്ത ശിക്ഷ വേണമെന്ന ആവശ്യമാണ് അഖിലിന്റെ വീട്ടുകാർ ഉന്നയിച്ചത്. സി വിനോദിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും ഇടവേള. എല്ലാ ജില്ലകളിലും വലിയ മഴയാണ്. നമുക്കറിയാം ആലപ്പുഴയുടെ കാര്യമാണ് ശരണ്യ പറഞ്ഞുകൊണ്ടിരുന്നത്. ആലപ്പുഴ തുറവൂരിലടക്കം ദേശീയപാതയിലേക്ക് വെള്ളം കയറി ഗതാഗതമടക്കം തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് ആലപ്പുഴക്കാർ നേരിടുന്ന ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്നു. ദേശീയപാതയിൽ കൂടെയുള്ള ഗതാഗതത്തിനുള്ള തടസ്സമാണ് പ്രധാനമായും ആലപ്പുഴക്കാർ നേരിടുന്നത്. എന്തായാലും വലിയ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ആലപ്പുഴ മാത്രമല്ല മറ്റു ജില്ലകളിലും സമാന സാഹചര്യമാണ്. നമുക്ക് എറണാകുളത്തേക്ക് സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ വലിയ മഴയായിരുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഞാൻ ചോദിച്ചത് ഇതായിരുന്നു. നമുക്കറിയാം ആലപ്പുഴ ഒരു കൂടുതലും താഴ്ന്ന പ്രദേശങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുണ്ടാവാനും വീടുകളിലടക്കം വെള്ളം കയറാനും സാഹചര്യമുള്ള ജില്ല കൂടിയാണ്. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. കടലാക്രമണവും രൂക്ഷമാണ്. വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴയുടെ സാഹചര്യം വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് ഡാൻ കുര്യൻ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത്. ആ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല.
എന്താണ് തീരപ്രദേശങ്ങളിലെ അടക്കം സാഹചര്യം നിലവിൽ? ഭവ്യ, അല്പസമയം മുമ്പാണ് ശക്തമായ മഴ വീണ്ടും തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. വലിയ തരത്തിൽ തിരമാലകൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായി 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ നിർദ്ദേശങ്ങളുമായി സർക്കാർ. ഒരു MVIക്ക് ഒരു ദിവസം നടത്താവുന്നത് 40 ടെസ്റ്റാണ്. ടെസ്റ്റിനുള്ള വാഹനങ്ങൾക്ക് 18 വർഷം വരെ പഴക്കമാകാം. റോഡ് ടെസ്റ്റ് നടത്തേണ്ടത് ഗ്രൗണ്ട് ടെസ്റ്റിനു ശേഷം. സമരക്കാരുമായി സർക്കാർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ ഇറക്കിയത്. IT പാർക്കുകളിലെ മദ്യവിതരണം ഉടൻ തുടങ്ങും. നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ശേഷം തുടർ നടപടിയുണ്ടാകും. പ്രതിപക്ഷ MLAമാരുടെ എതിർപ്പ് മറികടന്നാണ് സർക്കാർ നീക്കം. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി നാമനിർദ്ദേശത്തെ ചോദ്യം ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ അപ്പീൽ പോകില്ല. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ അപ്പീൽ പോകാനാണ് തീരുമാനം. കോടതി വിധി മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. മഞ്ഞുമൽ ബോയ്സിനെതിരെ സംഗീത സംവിധായകൻ ഇളയരാജ അനുമതി തേടാതെയാണ് ചിത്രത്തിൽ കൺമണി അൻപോട് എന്ന ഗാനം ഉൾപ്പെടുത്തിയതെന്ന് കാണിച്ച് ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. പ്രത്യേക പരിശീലനം ലഭിച്ച വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് 160 ആനസങ്കേതങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് മൂലമുള്ള സംഘർഷ സംഭവങ്ങൾ പതിവാകുന്നതിനിടെയാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടിൽ ഭക്ഷണമില്ലാതാവുന്നത് മൂലം ആനകൾ നാട്ടിലിറങ്ങുന്നതാണെന്നും കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണെന്നും 2 വാദമുണ്ട്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഇന്ന് രാവിലെ 7:00 ആരംഭിച്ചിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് ഈ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ നടത്തുന്നത്. സാധാരണ നമ്മൾ ആളുകളുടെ കണക്കെടുപ്പ് തന്നെ നമ്മൾ സെൻസസ് എന്നാണ് പറയുന്നത്. അതേസമയം വന്യജീവികളെ സംബന്ധിച്ച് നമ്മളതിനെ എസ്റ്റിമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 3 ദിവസത്തെ കണക്കെടുപ്പിൽ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ആദ്യത്തെ ദിവസം നമ്മൾ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ 610 ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ പെരിയാർ ഉൾപ്പെടുന്ന ലാൻഡ്സ്കേപ്പിൽ 280 ബ്ലോക്കുകളാണ്. കേരളത്തിൽ മാത്രം 160 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കുകളാണുള്ളത്. നിലമ്പൂർ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവും ഉണ്ട്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലും പരിശോധന തുടരും. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും നാളെ പരോക്ഷ കണക്കെടുപ്പ് രീതിയായ ഡങ് കൌണ്ട് രീതിയിലും 25-ന് ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസം തന്നെ ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം കെൽട്രോൺ വളപ്പിൽ ചന്ദനമര മോഷണം. മൺവിളയിൽ ട്രാഫിക് സിഗ്നൽ ഡിവിഷന്റെ കെട്ടിട വളപ്പിലാണ് മോഷണം നടന്നത്. ആദ്യം മരത്തിന്റെ ശിഖരം മുറിച്ചു മാറ്റിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് മൂടോടെ മുറിച്ചു മാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. കഥാകൃത്തായ GR ഇന്ദുഗോപന്റെ പുസ്തകമായ വിലായത്ത് ബുദ്ധയുടെ ഇതിവൃത്തം ചന്ദനമോഷണമാണ്. തിരുവനന്തപുരം നഗരത്തിലും ഒരു ചന്ദനമോഷണം നടന്നിരിക്കുന്നു. കെൽട്രോൺ വളപ്പിലാണ്. മൺവിളയിലുള്ള കെൽട്രോണിന്റെ കെട്ടിടം. ഈ കെട്ടിടം കുറേ നാളുകളായി അടഞ്ഞു കിടക്കുകയാണ്. ഈ വളപ്പിൽ ഉണ്ടായിരുന്ന ചന്ദനമരമാണ് മോഷണം പോയത്. ഏപ്രിൽ മാസത്തിൽ ഈ മരം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ചില ജീവനക്കാർക്ക് സംശയം തോന്നി. മരത്തിൻ്റെ ഒരു ശിഖരം മുറിച്ച നിലയിൽ കണ്ടു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം മെയ് 1-ന് ഈ മോഷണം നടന്നുവെന്നാണ് കരുതുന്നത്. ആ തീയതി വ്യക്തമായി ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മൂടോടെ ആ മരം മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഏതാണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഉയരമുണ്ടായിരുന്ന മരമെന്നാണ്
വ്യക്തമാകുന്നത്. ആ തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സാമാന്യം വില കിട്ടുന്ന ഒരു മരമാണ്. ഈ മരം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആദ്യം അതിൻ്റെ ശിഖരം മുറിച്ചത് ഇത് ചന്ദനം തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണെന്ന് കരുതുന്നു. ഇന്ന് ഈ വിവരമറിഞ്ഞ് നമ്മൾ കെൽട്രോണിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു. അവർ ആദ്യം ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അറിയിച്ചത്. പിന്നീട് അവർ അറിയിച്ചു ഈ സംഭവം സത്യമാണ്, പോലീസിൽ ഇന്ന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ദിവസം പോലീസിൽ പരാതി നൽകാതെ പോയി? ഇത് സംബന്ധിച്ച് ജീവനക്കാർ വിവരം നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു വിവരം നൽകാതെ പോയത് എന്ന കാര്യം പല ചോദ്യങ്ങളും സംശയങ്ങളും ഉളവാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനുള്ള തീരുമാനം. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പിന് ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചെന്നാണ് പരാതി. CPM നിയന്ത്രണത്തിലുള്ള കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായ സഹോദരി നാരായണയ്ക്ക് ചികിത്സാ ആവശ്യത്തിനായാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ചികിത്സയ്ക്ക് ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇവർ. ചേട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എൻഡോസൾഫാൻ്റെ ഇത് 1 ലക്ഷം വേണമെന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു ഇന്നില്ല, 2 ആഴ്ച കഴിയും, നമ്മൾ ഉണ്ടെന്ന് തന്നൂടാനില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. വേണം 5000 തരാമെന്ന് പറഞ്ഞിട്ട് 5000 തന്നു. 5000. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേർ ബാങ്കിലെത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസവാക്കും ലഭിച്ചു. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്. രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ സെന്റർ ചിത്താരിയിൽ ടാങ്കർ ലോറിയിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു. സെന്റർ ചിത്താരി ഹിമായത്തുൽ ഇസ്ലാം AUP സ്കൂളിന് എതിർവശത്തെ റോഡിലാണ് LPG ടാങ്കർ ലോറിയിൽ നിന്ന് വാതക ചോർച്ചയുണ്ടായത്. ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും, കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ചാമുണ്ടിക്കുന്നിൽ വെച്ചും പോലീസ് വഴി തിരിച്ചുവിട്ടു. പ്രദേശത്തെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ്സിന് പുറകിൽ ഇടിച്ച് സ്വകാര്യ ബസ് ഇടിച്ച് അപകടമുണ്ടായി. 15 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 മണിക്കായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈംഗികാതിക്രമ പരാതി നേരിടുന്ന നഴ്സിംഗ് ഓഫീസറെ പിടികൂടാൻ ആശുപത്രിയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി പോലീസ്. ഉത്തരാഖണ്ഡിൽ ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിനുള്ളിലാണ് പോലീസ് സംഘം ജീപ്പിലെത്തിയത്. വനിതാ ഡോക്ടറോട് ലൈംഗികാതിക്രമം കാണിച്ചെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ പ്രതികൾ കോടതിയിൽ ഹാജരായി. സ്പെഷ്യൽ കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായാണ് കോടതി ആവശ്യപ്രകാരം പ്രതികൾ കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരായത്. വിചാരണ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു ഹാജരാകൽ. 2016 ഏപ്രിൽ 10 110 പേരുടെ മരണത്തിന് കാരണമായ വെടിക്കെട്ട് 600-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. ആലപ്പുഴയിൽ 14-കാരനെ മർദ്ദിച്ച കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകിയ പ്രതിയെ തിരിച്ചു വിളിച്ച് വീണ്ടും അറസ്റ്റ്. കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം വിവാദമായതോടെ ജില്ലാ പോലീസ് മേധാവി ഇടപെടുകയായിരുന്നു. BJP പ്രവർത്തകനായ മനോജിനെയാണ് കായംകുളം പോലീസ് ഇന്നലെ വിട്ടയച്ചത്. ആക്രി സാധനങ്ങൾ വിൽക്കാൻ പോയ 14-കാരനെ മോഷണ ശ്രമം ആരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഞായറാഴ്ച പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത ആയതോടെയാണ് പോലീസ് കേസെടുത്തത്.
തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനി കടലിൽ ചാടി മരിച്ചു. ഇടവ സ്വദേശിനിയായ 14-കാരിയാണ് മരിച്ചത്. മൃതദേഹം പൊഴി ഭാഗത്ത് കണ്ടെത്തി. ഇടവ വെറ്റക്കട ബീച്ചിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ സ്കൂൾ യൂണിഫോം ധരിച്ച പെൺകുട്ടി ചാടിയത്. കുട്ടിയുടെ സുഹൃത്തുമൊപ്പമുണ്ടായിരുന്നു. ഇരുവരും കരയിൽ നിൽക്കുന്നതും കടലിലേക്ക് ചാടുന്നതും മത്സ്യത്തൊഴിലാളികളാണ് കാണുന്നത്. ഇവർ അയിരൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുമെന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മിന്നൽ പ്രളയത്തിനും മലവെള്ളപ്പാച്ചിനും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാം. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6720 രൂപ, പവന് 53,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5600, പവന് 44,800 രൂപയും. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോയ്ക്ക് 97,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് at 6. നമസ്കാരം.